ബിഗ് ബോസ് മലയാളം സീസൺ 7 അഗ്നിപരീക്ഷയുടെ 3 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു. 3 എപ്പിസോഡുകൾ പൂർത്തിയാക്കപ്പെട്ടപ്പോൾ 40 പേരിൽ നിന്നും 4 പേർ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല, ഏറെ കൊട്ടിഘോഷിച്ച് സവിശേഷ അധികാരമൊക്കെ കുത്തി നിറച്ച് ഓരോരുത്തരുടെയും തോളിൽ തൂക്കിക്കൊടുത്ത ഇൻഫിനിറ്റി പെൻഡൻ ഒരു നിമിഷത്തെ പൊട്ടിത്തെറിയിലൂടെ രഞ്ജിനി ഹരിദാസ് തിരികെ വാങ്ങിയിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു സാധനം അഗ്നിപരീക്ഷയിലില്ല. ഇൻഫിനിറ്റി പെൻഡൻ ലഭിക്കുവാനുള്ള യാതൊരു യോഗ്യതയും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്കില്ല. അവർ വളരെ ടെറിബിളാണ് എന്നാണ് രഞ്ജിനി ഹരിദാസ് അവസാനം വിധി പ്രഖ്യാപിച്ചത്. ഇന്ന് പുറത്താക്കപ്പെട്ട വ്യക്തികൾ ബിജു, ആരാധ്യ, നിതിൻ ദാസ്, റാഷ, ഈ 4 ആൾക്കാരാണ്. ഈ പുറത്താക്കപ്പെട്ട 4 പേരിൽ കുറഞ്ഞത് 2 പേരെങ്കിലും അൺഫെയർ എവിക്ഷനിലൂടെയാണ് പുറത്തു പോയത് എന്ന് സങ്കടത്തോടെ പറയേണ്ടി വരികയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ വലിയ വൈരുദ്ധ്യങ്ങൾ പലതും രഞ്ജിനി ഹരിദാസിന്റെയും കൂടെയുള്ള ജഡ്ജസിന്റെയും തീരുമാനങ്ങളിൽ നിഴലിച്ചു നിൽക്കുകയാണ്. 40 ആൾക്കാർ 4 ടീമുകളായി വേർതിരിക്കപ്പെടുകയാണ്. 4 ടീമുകളും ടാസ്ക് ചെയ്യുന്നു. അതിൽ ഒരു ടീം പരാജയപ്പെടുന്നു. പരാജയപ്പെട്ട ടീമിലെ 4 പേരാണ് പുറത്താക്കപ്പെട്ടത്. അതിന്റെ കാരണം ആ ടീമിന്റെ മോശം പെർഫോമൻസ്, മോശം ഡിസിഷൻ മേക്കിംഗ്, ആ ടീമിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. ഇതൊക്കെയാണ് ആദ്യം പറഞ്ഞു വെച്ചത്. പക്ഷേ അവസാന നിമിഷം പുറത്താക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട റാഷ ആ തീരുമാനത്തെ കൗണ്ടർ ചെയ്യുവാൻ തുടങ്ങിയപ്പോഴേക്കും ഇന്നത്തെ ഈ ടാസ്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പെർഫോമൻസിന്റെ എല്ലാം ബേസിലാണ് നിങ്ങൾ പുറത്തു പോകുന്നത് എന്ന് പറയേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലെ പെർഫോമൻസ് കണക്ക് കൂട്ടിയാൽ പോലും റാഷ പുറത്തു പോകുവാൻ സാധ്യതയുള്ളൊരു വ്യക്തിയല്ല. അതിനേക്കാൾ മോശം പെർഫോമൻസ് ചെയ്ത വ്യക്തികൾ ആ ഗ്രൂപ്പിൽ തന്നെ നിൽപ്പുണ്ട്. എന്തു മാനദണ്ഡത്തിന്റെ പേരിലാണ് ഈ ആൾക്കാരെ ഇവർ പുറത്തു കളയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്നവരെ ഏതു മാനദണ്ഡത്തിന്റെ പേരിലാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നും ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഒരുപക്ഷെ നമ്മൾ കാണാത്ത പലതും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവാം. ദീർഘനേരമുള്ള പ്രകടനങ്ങളിൽ പലതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത്യാവശ്യം ചിലത് മാത്രമായിരിക്കും പ്രേക്ഷകരെ അവർ കാണിക്കുന്നത്. പ്രേക്ഷകരായ നമ്മൾ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രം കണ്ടു വിലയിരുത്തുമ്പോൾ ജഡ്ജസ് അതിനുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടിട്ടാവാം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുകയും നമ്മളെ കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പ്രേക്ഷകർക്ക് കൂടി കൺവിൻസ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ല എങ്കിൽ പഴി കാര്യമായിട്ട് കേൾക്കേണ്ടി വരും. അതാണ് ജനം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. 3ാമത്തെ എപ്പിസോഡായിരുന്നു ഇന്ന്. വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ തന്നെ റനീഷയുടെ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ചില വർത്തമാനങ്ങളോടുകൂടിയാണ് ഷോ ആരംഭിക്കുന്നത്. അത് കാണുമ്പോൾ ഈ ഷോയുടെ ഡയറക്ടർ ആരാണ് എന്ന് സംശയിച്ചു പോവുകയാണ്. വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഷോ തന്നെയാണിത്. അങ്ങനെയാണെങ്കിൽ റനീഷയുടേതല്ല കുഴപ്പം, ഷോ ഡയറക്ടറുടേതാണ് എന്ന് പറയേണ്ടി വരും. ഒരു പ്രേക്ഷകൻ വലിയ പ്രതീക്ഷയോടുകൂടി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന, കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോയുടെ തുടക്കത്തിൽ തന്നെ ഒരു നിലവാരവുമില്ലാത്ത വളിപ്പുകളൊക്കെ പറഞ്ഞ കോമ്പയർ വേറെ രീതിയിലേക്ക് ആ ഷോയെ കൊണ്ടുപോകുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജഡ്ജസിന്റെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൽ ജഡ്ജസ് വന്നിരുന്നിട്ടില്ല. റനീഷ അതിന്റെ നടുവിലുള്ള സീറ്റിൽ കയറിയിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് കത്തി വെച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ജഡ്ജസ് അകത്തേക്ക് പ്രവേശിക്കുന്നു. രഞ്ജിനി ഹരിദാസ് വലിയ അതിശയോക്തിയോടുകൂടി ചോദിക്കുകയാണ്, എന്തിനാ അവിടെ കയറിയിരിക്കുന്നത്? റനീഷയെ അവിടുന്ന് പെട്ടെന്ന് വിളിച്ചിറക്കുന്നു. പിന്നെ വളരെ ബാലിശമായി അനാവശ്യമായിട്ടുള്ള കുറേ വളിപ്പുകളും ചളിയും ഒക്കെ അടിച്ച് 5 മിനിറ്റോളം തള്ളി നീക്കി കളയുകയാണ്. തൊട്ടു പിന്നാലെ ഒരു വീഡിയോയാണ് വരുന്നത്. ആ വീഡിയോയിൽ ലാലേട്ടന്റെ കയ്യിൽ ബിഗ് ബോസിന്റെ എംബ്ലമുള്ള ഒരു തടിച്ച ബുക്കുണ്ട്. ആ ബുക്ക് കാണിച്ചുകൊണ്ട് ലാലേട്ടൻ പറയുന്നത്, ബിഗ് ബോസിൽ ഇത്രയും കാലം നടന്ന ടാസ്കുകൾ മുഴുവനും ഈ ബുക്കിനകത്തുണ്ട്. ഈ ബുക്കിൻ പ്രകാരമായിരിക്കും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്ന സംശയം, ഈ ബിഗ് ബോസിലെ ടാസ്കുകളെ കുറിച്ചൊക്കെ ഏറെക്കുറെ നമുക്കറിയാം. അത് ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിയും തിരിഞ്ഞും വരുന്ന സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ ഓരോരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ടാസ്കുകളൊന്നും ബിഗ് ബോസിൽ നമ്മൾ കാണാറില്ല. കായികമായി പലരുടെയും ശക്തി പരീക്ഷിക്കുന്നതും പിന്നെ ചിലരുടെയൊക്കെ കുബുദ്ധികൾ വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നതും തല്ലുകൂടുവാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പല ടാസ്കുകളുമുണ്ട്. എന്നാൽ അഗ്നിപരീക്ഷ എന്ന് പറയുന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം, ആ ടാസ്കുകൾക്കപ്പുറത്ത് അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും കാലിബർ, ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഏതൊക്കെ രീതിയിലുള്ള കണ്ടന്റുകൾ അവർക്ക് നൽകുവാൻ കഴിയും, ഇങ്ങനെയുള്ള ഒരു കണ്ടെത്തൽ നടത്തുവാനുള്ള ഒരു വേദിയായത് മാറണം. അവരുടെ ടാലന്റുകളെ കണ്ടെത്തുവാനും അവരുടെ നിലപാടുകളെ തിരിച്ചറിയുവാനും അവരിൽ അഗ്രസീവായിട്ടുള്ള മനുഷ്യരെ മനസ്സിലാക്കുവാനും സമൂഹത്തിലെ പാട്രിയാർക്കിയൽ സിസ്റ്റത്തിനെതിരെയുള്ള അവരുടെ ചെറുത്തുനിൽപ്പ്, പോരാട്ടം, ഇങ്ങനെയുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കുവാനും അവരെ സെലക്ട് ചെയ്ത് ബിഗ് ബോസിനുള്ളിൽ കൊണ്ടുവന്നിടുവാനും കഴിയണം. അങ്ങനെ സംഭവിച്ചാൽ കളി വേറെ ലെവലായി മാറും. പിന്നെ കണ്ടന്റുകളുടെ പൊടിപൂരമായിരിക്കും. അതിനു പകരം ഇത്തരത്തിലുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ കൂടി ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഫലപ്രദമായ പ്രയോജനപ്പെടേണ്ട പല ആൾക്കാരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയില്ല. അവർ പലരും പുറത്തു പോകും. അർഹതയില്ലാത്ത പലരും ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടി അകത്ത് കയറി കൂടുകയും ചെയ്യും.
അതിന്റെ ആദ്യത്തെ സൂചനകൾ ഈ എലിമിനേഷനിൽ തന്നെ വെളിപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ടാസ്കുകൾ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഓരോരോ ടീമുകളായി അവരെ വേർതിരിക്കുകയാണ്. വേദിയുടെ ഇരുവശത്തുമായി 2 നിരകളിലായി കസേരകൾ. ആ കസേരകളിൽ 20 പേർ വീതം അപ്പുറവും ഇപ്പുറവും ഇരിക്കുകയാണ്. അപ്പോൾ ഒരു നിലയിലുള്ള 10 കസേരയിൽ ഇരിക്കുന്ന 10 ആൾക്കാർ ഒരു ടീമായി മാറുന്നു. അങ്ങനെ 40 പേർ 4 ടീമുകളായി വേർതിരിക്കപ്പെടുന്നു. അടുത്തതായി കാണുന്നത് ഓരോ ടീമിനും ഓരോരോ ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കുക എന്നുള്ള പരിപാടിയാണ്. വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റനായി മാറുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ പരാജയപ്പെട്ട് ഔട്ട് ഹൗസിലേക്ക് പോയ വ്യക്തികൾ, അവരുടെ കയ്യിൽ റെഡ് ബാൻഡുകൾ കിടപ്പുണ്ട്. അവർക്ക് ക്യാപ്റ്റനാകാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിലൂടെ ക്യാപ്റ്റനായി വരുന്ന വ്യക്തിക്ക് എന്തൊക്കെയോ പുതിയ അധികാരങ്ങൾ ലഭിക്കും എന്നും പറയുന്നുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്നും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരുകൾ, ഒന്ന് ഷിജിൻ, 2 താഷി. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിച്ച താഷിയാണ് ക്യാപ്റ്റൻ ആകുന്നത്. അടുത്തത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ 4 ആൾക്കാരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പ്രണവ്, വൈശാഖ്, പാർവതി, അനഘ. ഇവരിൽ നിന്നും പ്രണവിനാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നത്. അയാൾ ക്യാപ്റ്റനായി മാറുന്നു. അടുത്തത് ടീം സി. അഭിറാം, ഷിംജിത്ത്, ബിജു, ഷിജിലാൽ. ഈ 4 പേരിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടോടുകൂടി അഭിറാം ക്യാപ്റ്റൻ ആകുന്നു. അടുത്തത് ടീം ഡി. ഈ ടീമിൽ 5 പേർക്കാണ് നറുക്കു വീണിരിക്കുന്നത്. രാകേഷ്, ലോലിറ്റ, എൽദോ, ജെറ്റി, സോന. കൂടുതൽ വോട്ടുമായി ഒടുവിൽ ലോലിറ്റ ക്യാപ്റ്റൻ ആകുന്നു. അങ്ങനെ 4 ടീമുകളിൽ നിന്നായി താഷി, പ്രണവ്, അഭിറാം, ലോലിറ്റ എന്നിവർ ക്യാപ്റ്റന്മാരായി വരികയാണ്. തൊട്ടടുത്ത നിമിഷം രഞ്ജിനി ഹരിദാസിന്റെ ഒരു പ്രഖ്യാപനം വരികയാണ്. ഇന്നത്തെ ദിവസം 4 ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും എവിക്റ്റ് ആകും. പക്ഷേ ക്യാപ്റ്റന്മാർക്ക് ഇമ്മ്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പുറത്തു പോവില്ല. തുടർന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട ടാസ്ക് ആരംഭിക്കുകയാണ്. ടാസ്കിന്റെ പ്രത്യേകത, അതൊരു സ്റ്റോപ്പ് വാച്ചാണ്. സ്റ്റോപ്പ് വാച്ച് സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബസറും വെച്ചിട്ടുണ്ട്. ബസറിൽ അമർത്തുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ചലിക്കുവാൻ തുടങ്ങും. ടൈം മുൻപോട്ട് ഓടുവാൻ തുടങ്ങും. വീണ്ടും ബസറിൽ ഞെക്കുമ്പോൾ ടൈം സ്റ്റോപ്പ് ആവും. 1 മിനിറ്റ് സമയമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. 10 പേർ ലൈനായി നിൽക്കുക. 1 മിനിറ്റിൽ സ്റ്റോപ്പ് വാച്ച് നിർത്തണം. അതിന് മുകളിലേക്ക് പോകുവാൻ പാടില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആദ്യമായി ഒരാൾ വരുന്നു, അദ്ദേഹം ബസർ അമർത്തുന്നു. അയാളുടെ മനസ്സിൽ ഇത്ര സെക്കൻഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബസർ വീണ്ടും അമർത്തുന്നു, വാച്ച് സ്റ്റോപ്പ് ആകുന്നു. അടുത്തയാൾ വരുന്നു, വീണ്ടും ബസർ അമർത്തുന്നു. ഇതുപോലെ തന്നെ മനസ്സിൽ ഓരോ സെക്കൻഡുകൾ കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ അവസാനം 10 പേര് എത്തിക്കഴിയുമ്പോഴേക്കും 1 മിനിറ്റിനുള്ളിൽ ഈ സ്റ്റോപ്പ് വാച്ച് നിന്നിരിക്കണം. 60 സെക്കൻഡിന് മുകളിലേക്ക് പോയാൽ അത് പ്രശ്നമാണ്. ടൈം കാണിക്കുന്ന ഡിസ്പ്ലേ അത് മത്സരാർത്ഥികൾക്ക് കാണുവാൻ കഴിയില്ല. അവരതിൻ്റെ പിൻപിലാണ് നിൽക്കുന്നത്. ആദ്യം അവസരം ലഭിച്ച ഒന്നാമത്തെ ടീം അവർ വലിയ ടെൻഷനോട് കൂടിയാണ് വരുന്നത്. കാരണം ഈ സംഗതി എന്താണെന്ന് അവർക്കൊട്ടും തന്നെ അറിയില്ല. ടീം ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അനാലിസിസ് നടത്തുവാൻ വേണ്ടി 1 മിനിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയം കൊണ്ട് അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്താനൊന്നും പറ്റില്ല. കാരണം ഈ പരിപാടി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയും അവർക്കില്ല. ആദ്യമായി ടീം എ, താഷിയുടെ ടീമാണ് ആദ്യം എത്തുന്നത്. അവർ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ സ്റ്റോപ്പ് വാച്ച് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. മത്സരാർത്ഥികൾ വന്നിട്ട് ബസറിൽ ഞെക്കുന്നു. അവരുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആ ടൈം വരെയോളം അവിടെ നിന്നുകൊണ്ട് അവർ കൗണ്ട് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും വീണ്ടും ബസറിലേക്ക് അവർ കൈവച്ച് അത് നിർത്തുന്നു. സത്യത്തിൽ ആദ്യം അമർത്തിയപ്പോൾ ബസർ വർക്ക് ചെയ്യുവാൻ തുടങ്ങിയിരുന്നില്ല. ടൈം മൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് അവർ നിർത്തിയിട്ട് അവർ മടങ്ങിപ്പോവുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി ബസറിൽ ഞെക്കിയ സമയത്താണ് ശരിക്കും സ്റ്റോപ്പ് വാച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് മത്സരാർത്ഥികൾ അറിയുന്നില്ല. ആകെ കുഴയുകയാണ്. ഇതെന്നാൽ ജഡ്ജസ് കാട്ടിക്കൊടുക്കണ്ടേ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അവരും അത് ചെയ്യുന്നില്ല. അവർ അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ സംഗതി തെറ്റി, ആദ്യം മുതൽ എടുക്ക്, ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തായാലും ആദ്യത്തെ ടീം വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. ഒരു സൂചനകളും ഇല്ലാതെ, ഒന്നും അറിയാതെ അവർ 44.75 സെക്കൻഡ് വരെയോളം കളിച്ചു. ഈ സമയത്ത് മറ്റുള്ളവർക്ക് കാര്യം പിടികിട്ടി. എങ്ങനെയാണ് സംഗതി വർക്ക് ചെയ്യേണ്ടതെന്നും അതിനനുസരിച്ച് മെന്റലി പ്രിപ്പയർ ചെയ്ത് ഗ്രൂപ്പായി ചേർന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കണം എന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു ഐഡിയ അവരുടെ മനസ്സിൽ വന്നു. എന്നിട്ടും സ്റ്റേജിലെത്തിയപ്പോൾ പലർക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. രണ്ടാമത്തെ ടീം പ്രണവിൻ്റേതായിരുന്നു. അവർ 42.62 സെക്കൻഡ് കൊണ്ടാണ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത്. മൂന്നാമത് ടീം സി, അഭിറാമിൻ്റെ ടീമാണ്. അവർ വലിയ പ്ലാനിങ്ങോടുകൂടിയൊക്കെ ആയിരുന്നു തുടങ്ങിയത്. പക്ഷേ മുൻപ് പറഞ്ഞ സ്റ്റോപ്പ് വാച്ച് പണിമുടക്കിയതും അവരത് തിരിച്ചറിയാതിരുന്നതും, അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് ജഡ്ജസ് അവരെ ചൂണ്ടിക്കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച് നോക്കിയിരുന്നതും എല്ലാം കൂടി അവർക്ക് 8ന്റെ പണിയായി മാറി. ഒടുവിൽ 33.96 സെക്കൻഡാണ് അവർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റിയത്. എന്ന് വെച്ചാൽ അവർ 2 ആൾക്കാരെക്കാളും പിൻപിലായി അവർ തോറ്റു. അവരുടെ ക്യാപ്റ്റൻ അഭിറാമായിരുന്നു. ഒടുവിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ക്യാപ്റ്റനാണ് ഈ കനത്ത പരാജയത്തിന് കാരണമായി മാറിയ വ്യക്തി. അതായത് അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ അടിച്ചേൽപ്പിച്ചൊരു തീരുമാനമുണ്ടായിരുന്നു.
എല്ലാ ആൾക്കാരും ഓരോ സെക്കൻഡുകൾ മാത്രം ബസറിൽ അമർത്തുക. അങ്ങനെ വരുമ്പോൾ 9 ആൾക്കാർ 9 സെക്കൻഡ്. ബാക്കിയുള്ള 51 സെക്കൻഡ് ഉണ്ട്. ഈ 51 സെക്കൻഡും അഭിറാം തന്നെയായിരിക്കും ബസറിന്റെ മുൻപിൽ നിൽക്കുക. എന്നാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഒറ്റ സെക്കൻഡ് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോരുത്തരും ബസർ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആദ്യത്തെ ഒരു ഞെക്കിൽ ബസർ ഓൺ ആകുന്നില്ല. രണ്ടാമത് അവർ ഓഫ് ആക്കാൻ വേണ്ടി ഞെക്കുമ്പോഴാണ് സംഗതി ഓൺ ആകുന്നത്. ഓൺ ആണ് എന്നറിയാതെ ഓഫാണ് എന്നുള്ള ചിന്തയിൽ പല വ്യക്തികളും മടങ്ങിപ്പോകുന്നു. ഇവർ മടങ്ങിപ്പോയി അടുത്തയാൾ തിരികെ വരുന്ന സമയം വരെയോളം വാച്ച് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ജഡ്ജസ് കാണുന്നുണ്ട്. കൃത്യമായിട്ടത് പറഞ്ഞു കൊടുക്കണം. അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്ത് ആദ്യം മുതൽ തുടങ്ങണം. പക്ഷേ ജഡ്ജസ് അത് കണ്ട് ആസ്വദിക്കുകയാണ്. അതോടുകൂടി ആ ടീമിന് പണി കിട്ടി. അങ്ങനെ അബദ്ധത്തിൽ പണി കിട്ടിയ ടീമിനകത്തു നിന്നാണ് 4 ആൾക്കാർ ഇന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു സംഗതി കുറഞ്ഞ പക്ഷം അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എങ്കിലും അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ മുൻപോട്ട് നീങ്ങിയാൽ ഏത് രീതിയിൽ വിൻ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം തുടങ്ങിയിരുന്നെങ്കിൽ കഥ മറ്റൊന്നായി മാറുമായിരുന്നു. എന്തായാലും അതോടെ ഈ ടീം ഡേഞ്ചർ സോണിലേക്ക് പിന്തള്ളപ്പെട്ടു. അടുത്തതായി വരുന്നത് ടീം ഡി, ലോലിറ്റായുടെ ടീമാണ്. അവർ ബാക്കി 3 പേരും വരുത്തിയ പിഴവുകൾ, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റി. 51.8 സെക്കൻഡാണ് അവർ ടാസ്ക് ചെയ്തത്. തുടർന്ന് ഈ ടാസ്കിൽ പിറകിൽ പോയ ടീം സി അവർ ഡേഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്ന് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. റനീഷയുടെ അനൗൺസ്മെന്റ് വരികയാണ്. അഗ്നി പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഉടനെ അഖിൽ മാരാർ പറയുന്നു, അനിവാര്യമായത് സംഭവിച്ചേ പറ്റൂ, എലിമിനേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഞെട്ടലോടെയാണ് ആൾക്കാർ നിൽക്കുന്നത്. അടുത്ത ചോദ്യം, ഈ ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ചിട്ടുണ്ട്? 2 പേർക്ക്. ഈ ഗ്രൂപ്പ് ഡേഞ്ചർ സോണിൽ വന്നതുകൊണ്ട് ആ ഇൻഫിനിറ്റി പെൻഡന്റ് നഷ്ടമാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റനീഷ അത് തിരികെ ഊരി വാങ്ങുന്നു. ഉടനെ രഞ്ജിനി ഹരിദാസിന്റെ അടുത്ത ചോദ്യം വരികയാണ്. ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ച ചില ആൾക്കാരും കൂടി ഇവിടെ ഉണ്ട് മറ്റു ടീമുകളിൽ, അവർക്ക് സ്റ്റേജിലേക്ക് വരാം. ഓരോരുത്തരും ഓരോ ടീമുകളിൽ നിന്നും എഴുന്നേറ്റ് ഈ ഇൻഫിനിറ്റി പെൻഡന്റും ഒക്കെ തൂക്കിക്കൊണ്ട് സ്റ്റേജിലേക്ക് വരുന്നു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ പവർ യൂസ് ചെയ്യുവാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഡേഞ്ചർ സോണിൽ പെടാതെ രക്ഷപ്പെട്ടു പോയ 3 ടീമുണ്ട്. ആ 3 ടീമിൽ നിന്നും നിങ്ങൾ സംയുക്തമായി തീരുമാനിച്ചിട്ട് ഒരാളെ നിങ്ങളുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു കളയുവാൻ ഒരവസരമുണ്ട്. ആരെ പുറത്തു കളയണം എന്ന് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അതിനുവേണ്ടി അവർക്ക് 1 മിനിറ്റ് സമയവും നൽകുന്നു. ചർച്ച കഴിഞ്ഞു. രഞ്ജിനി വീണ്ടും ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ പുറത്തു കളയുവാൻ തീരുമാനിച്ചിരിക്കുന്നത്? മറുപടി ഒരാൾ പറയുന്നു, പൂജ. അത് കേട്ടപ്പോഴേക്കും രഞ്ജിനിയുടെ മുഖം ഒന്ന് വാടി. പെട്ടെന്ന് അടുത്ത ചോദ്യം വരികയാണ്, ആരൊക്കെയാണ് പൂജയുടെ പേര് ചൂസ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമേ അവിടെ ഉദിക്കുന്നില്ല. കാരണം അവർ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരാളുടെ പേര് പറയുവാൻ വേണ്ടി പറഞ്ഞു. ആ ചർച്ചയിൽ കൂടി അവർ തീരുമാനമെടുത്തു, ഒരാളുടെ പേര് പറയുകയും ചെയ്തു. ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ജഡ്ജസിന്റെ ഭാഗത്തു നിന്നുള്ള കടമ. പക്ഷേ പൂജ എന്ന വ്യക്തിയെ പുറത്തു കളയുന്നതിനോട് ജഡ്ജസിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അതിനിടയിലേക്ക് എടങ്കോലുമായിട്ട് വരികയാണ് ജഡ്ജസ്. പൂജ എന്ന പെൺകുട്ടിയുടെ പേര് പറയുവാൻ കാരണം ആ കുട്ടി വളരെ അഗ്രസീവാണ്. വന്നു കയറിയ സമയം മുതൽ അവിടെ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരാളാണ്. ജഡ്ജസ് പലപ്പോഴും പൂജയെ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. ഈ 3ാമത്തെ എപ്പിസോഡിലും അഖിൽ മാരാരി പൂജയെ എടുത്തിട്ട് കുടയുന്നുണ്ടായിരുന്നു. എന്നാൽ പൂജ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അധിക പ്രസംഗികളും എടുത്തുചാട്ടക്കാരും പ്രശ്നക്കാരും അവരെയാണ് ബിഗ് ബോസിന് വേണ്ടത്. അവർക്ക് മാത്രമേ അവിടെ കണ്ടന്റ് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ പൂജ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ല. എടാ പോടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിനിടയിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിർത്തിയിട്ട് പോടാന്നൊക്കെ പൂജ ഉറക്കെ വിളിച്ചു പറയുകയും മറ്റുള്ള ജഡ്ജസ് ആ സമയത്ത് അവരെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പിന്റെ തീരുമാനങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. ഈ കാരണത്താൽ പൂജയെ പുറത്താക്കണം. ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിച്ചിരിക്കുന്ന ആൾക്കാർ തീരുമാനിച്ച് അവരുടെ മറുപടിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോഴാണ് രഞ്ജിനിയുടെ ചോദ്യം, എത്ര പേര് പൂജയെ പുറത്താക്കണം എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് പൂജയെ അവിടെ നിർത്തുക എന്നുള്ള തന്ത്രമാണ് അടുത്തതായി ആവിഷ്കരിക്കപ്പെടുന്നത്. അത് രഞ്ജിനിയുടെ മാത്രം തന്ത്രമല്ല, അങ്ങ് മോളിൽ നിന്നുള്ള അറിയിപ്പും കൂടി തന്നെ ആയിരിക്കും. എന്തായാലും അപ്പോഴേക്കും 2 ആൾക്കാർ പൂജയ്ക്കെതിരായി കൈ ഉയർത്തി. പെട്ടെന്നതേ താഷി അഫിനാസ് എന്ന പെൺകുട്ടിയുടെ പേര് ഉയർത്തിക്കാട്ടി. കാരണമായി പറയുന്നത് അവർ പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിച്ചിട്ടില്ല, ആർക്കും അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഉടനെ തന്നെ പ്രണവ് ജെറ്റിയുടെ പേര് പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം ഒരേ അഭിപ്രായത്തിൽ നിന്ന വ്യക്തികൾ ഇപ്പോൾ 3 അഭിപ്രായത്തിലേക്ക് വന്നു. പക്ഷേ ആ സമയത്തും മെജോറിറ്റി വോട്ട് പൂജയ്ക്കെതിരായിട്ടാണ്. 2 പേർ പൂജയ്ക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ രഞ്ജിനി ഹരിദാസ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒന്നുകൂടി തീരുമാനിച്ചിട്ട് പറ, വീണ്ടും ഒന്നുകൂടെ ചർച്ച ചെയ്യും. പിന്നെയും ചർച്ച നടക്കുന്നു.
ഒടുവിൽ ലോലിറ്റ പറയുകയാണ്, ഞാൻ അഫിനാസിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഉടൻ തന്നെ വീണ്ടും അടുത്ത ചോദ്യം വരുന്നു, അഫിനാസിനെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു പുറത്തു പോകണം എന്ന കാര്യത്തിൽ? വീണ്ടും ഒരാളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 2-2. അവിടെ റിയാസ് സലീമിന്റെ അഭിപ്രായം വരികയാണ്, 2-2 എന്ന് പറയുന്നത് മെജോറിറ്റി അല്ല. ആകെപ്പാടെ പിള്ളേർ കൺഫ്യൂഷനിലാവുകയാണ്. ലോലിറ്റ അപ്പോൾ ചോദിക്കുകയാണ്, വാട്ട്സ് ദ ക്വസ്റ്റ്യൻ? മനസ്സിലായില്ല. അത് കേട്ടതുമല്ല രഞ്ജിനി ഹരിദാസ് പൊട്ടിത്തെറിക്കുകയാണ്. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ അറിയില്ലേ? എന്ത് ബോറാണിത്? 3 ക്യാപ്റ്റന്മാരുടെ ഒരു ടീമാണ്. ലോലിറ്റ, റാഷി, പ്രണവ്. ഒരു ഡിസിഷൻ എടുക്കുവാൻ നിങ്ങൾക്കറിയില്ല. ഇൻഫിനിറ്റി പെൻഡന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുവാൻ പോവുകയാണ്. അൺബിലീവബിൾ ആണ്. ഇത് അംഗീകരിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. സത്യത്തിൽ ആ പിള്ളേർ മര്യാദയ്ക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി തീരുമാനിച്ചതാണ്. അതിനകത്ത് കയറി കുത്തി ഇളക്കി അതിനെ നാശമാക്കി ഇപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ അധികാരം തിരിച്ചെടുക്കാൻ പോവുകയാണെന്ന്. രഞ്ജിനി ഹരിദാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇൻഫിനിറ്റി പെൻഡന്റ് തിരിച്ചു വാങ്ങുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഒരവസരം കൂടി തരികയാണ്. പൂജയുടെ പേര് എത്ര പേര് പറയും? 2 പേർ വീണ്ടും കൈ ഉയർത്തി. അഫ്നയാസിന്റെ പേര് അവിടെ 3 പേർ കൈ ഉയർത്തി. ഒരാൾ ജെറ്റിക്ക് വേണ്ടി കൈ ഉയർത്തി. ഇപ്പോൾ ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നത് അഫ്നയാസ് ആണ്. ഇവിടെ പൂജ രക്ഷപ്പെട്ടു. ഇത് തന്നെയാണ് ജഡ്ജസ് ആഗ്രഹിച്ചത്. അനുസരണമില്ലാത്തവൾ, അഹങ്കാരി, എടാ പോടാ വിളിച്ച് സംസാരിക്കുന്നവൾ, അച്ചടക്കമില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ് ഐകകണ്ഠേന പുറത്തു പോകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു വെച്ച വ്യക്തി സേവ് ആകുന്നു. അതുവരെയും രംഗത്ത് വരാത്ത മറ്റൊരു വ്യക്തി പെട്ടെന്ന് ഡേഞ്ചർ സോണിലേക്ക് വരുന്നു. തുടർന്ന് ബാക്കി കാര്യങ്ങൾ ജഡ്ജസ് തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്. സ്റ്റേജിൽ 10 പേരാണുള്ളത്. ഈ 10 പേരിൽ നിന്നും 4 പേർ അവർ പുറത്തു പോകും. ആ 4 പേർ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ പോവുകയാണ്. ആദ്യത്തെ പേര് ബിജു തോമസ്. അയാൾക്കത് വലിയ ഷോക്കായി പോയി. ആ മനുഷ്യനത് കേട്ടപ്പോഴേക്കും ഹൃദയം തകർന്ന അവസ്ഥയിൽ സംസാരിക്കുകയാണ്, എനിക്ക് മിടുമിടുക്കികളായ 2 പെൺകുട്ടികളാണുള്ളത്. അവരാണ് എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് എല്ലാം അയച്ചത്. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. ഞാൻ ബിഗ് ബോസിൽ വരുന്നത് കണ്ടിട്ട് അവരുടെ ടീച്ചേഴ്സിനോടൊക്കെ പോയി പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ അവരെൻ്റെ അമ്മയേക്കാൾ നല്ലൊരു സ്ത്രീയാണ്. അവൾ ദൈവത്തിന് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയം വരെ. അത്രമാത്രം എൻ്റെ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാനിവിടെ ഔട്ടാകുന്നു എന്നറിഞ്ഞാൽ എൻ്റെ ഭാര്യ ഇപ്പം തന്നെ ബോധം കെട്ടു വീണേക്കും. ഇതൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. ജഡ്ജസിന്റെ തീരുമാനം അത് ഐകകണ്ഠനയും നീതിയുക്തവുമാണ്. താങ്കൾ പുറത്തുപോയേ മതിയാവും. അടുത്ത വ്യക്തി ആരാധ്യ. ആ കുട്ടി വന്ന ദിവസം തന്നെ കണ്ണുനീരായിരുന്നു. പോകാനിരിഞ്ഞപ്പോഴും കണ്ണുനീരോടുകൂടി വിട പറഞ്ഞു. തുടർന്ന് 3ാമത് നിതിൻ. അയാളും ജഡ്ജസിന്റെ തീരുമാനം അക്സെപ്റ്റ് ചെയ്തു. കഴിവുകളുണ്ടായിരുന്നു, പലതും തെളിയിക്കുവാൻ അവസരങ്ങൾ കിട്ടിയില്ല. മിമിക്രിയൊക്കെ ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞു. എന്തായാലും മിമിക്രി ചെയ്യാൻ വേണ്ടി അവസാന നിമിഷം അയാൾക്കൊരു സമയം അനുവദിച്ചു. ആ സമയത്ത് അയാൾ ഉമ്മൻചാണ്ടിയെ അനുകരിച്ചിട്ട് മടങ്ങിപ്പോയി. ഒടുവിലായി റാഷ, അഫിനിയാസ് 2 ആൾക്കാർ എത്തുകയാണ്. അതിൽ റാഷ പുറത്താവുന്നു. ആ കുട്ടി അവസാനം വരെയും ആ തീരുമാനത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ചെയ്തൊരു കുട്ടി തന്നെയാണ്. അവൾ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസിൽ എനിക്ക് പലതും ചെയ്യുവാൻ കഴിയും. സൊസൈറ്റിയുടെ പല പാർട്ടിയാർക്കി സിസ്റ്റത്തിനുമെതിരെ എനിക്ക് ശബ്ദമുയർത്തുവാൻ കഴിയും. പെട്ടെന്ന് രഞ്ജിനി ഹരിദാസ് ചോദിക്കുകയാണ്, ബിഗ് ബോസ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോം ആണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തു മറുപടി അതിന് പറയേണ്ടത്? നിങ്ങൾ തന്നെയല്ലേ നാഴികയ്ക്ക് 40 വട്ടം ബിഗ് ബോസിനുള്ളിൽ സംസാരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് സാധ്യതയുള്ളത് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് അവിടെ പോയി സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ അവിടെ സംസാരിക്കാൻ പോവുകയാണോ എന്ന്. ഇതൊരുമാതിരി കരയിലൂടെയും പറ്റില്ല, വെള്ളത്തിലൂടെയും പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ഏകാധിപത്യ പ്രവണത. രഞ്ജിനി വീണ്ടും ആ കുട്ടിയോട് ചോദിക്കുകയാണ്, റാഷ ഇവിടുന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ അതിനുള്ള കുറ്റക്കാരൻ ആരായിരിക്കും? കൃത്യമായ മറുപടി അവർ പറഞ്ഞു, ഞങ്ങളുടെ ക്യാപ്റ്റനാണ്. ഉടനെ തന്നെ അഖിൽമാരാരുടെ അഭിപ്രായം, ക്യാപ്റ്റനെ ബ്ലെയിം ചെയ്തോളൂ, റാഷ ഔട്ട്. ആ കുട്ടി പിന്നെയും കൗണ്ടർ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, ഇത് അൺഫെയർ ആണ്. അപ്പോൾ മാരാരി വീണ്ടും പറയുകയാണ്, ഈ ഒരു പെർഫോമൻസിന്റെ ബേസിലല്ല നിങ്ങൾ പുറത്തു പോകുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കിയിട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ ടാസ്കിൽ തോറ്റ ആ ടീമിനെ മാത്രം സ്റ്റേജിൽ നിർത്തി അതിൽ നിന്നും ആൾക്കാരെ സെലക്ട് ചെയ്ത് പുറത്ത് കളയരുതായിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തെ പെർഫോമൻസിലും മോശമായിരുന്ന പലരും അവിടെ നിൽക്കുകയാണ്. പാവം അവസാന നിമിഷവും ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഇനി എനിക്ക് ബിഗ് ബോസിലേക്ക് വരാൻ ഒരവസരം ഉണ്ടാവുമോ എന്ന്. അപ്പോൾ ജഡ്ജസും റനീഷയും ഒക്കെ കൂടി അതിനുള്ള വഴികളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാണ് പുറത്തേക്ക് വിടുന്നത്. ഡയറക്റ്റ് ബിഗ് ബോസിലേക്ക് കയറാനുള്ള അവസരങ്ങളും വാതിലുകളും ഒക്കെ തുറന്നു കിടക്കുകയാണെന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നെറികേടുകളും അനീതികളും അവഗണനകളും ഒക്കെ കലാപരിപാടികൾ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അതിനുവേണ്ടി കാത്തിരിക്കാം.